കൂപ്പി തന്നെ നമുക്ക് നിൽക്കാം. കണ്ണുകൾ കുർബാനയിലേക്ക് തുറന്നിരിക്കട്ടെ. ഈ വിശുദ്ധ ഇടം നമുക്ക് പ്രചോദനങ്ങളുടെ ഇടമാണ്, പ്രകാശത്തിന്റെ ഇടമാണ്. ഗതമായ നാട്ടിൽ ഈശോ നിൽക്കുന്നു. അവിടെ സുവിശേഷങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പിശാച് ബാധയാണ്. ഒരുപാട് പ്രതിസന്ധിയിലായ രണ്ട് വ്യക്തികളെയാണ്. കല്ലറകളിലാണ് അവരുടെ താമസം. അതുവഴി ആരും കടന്നു പോകുവാൻ കഴിയാത്ത വിധം അപകടകാരികളായിരുന്നു അവർ. ഈശോ മനുഷ്യാത്മാവ് കുടികൊള്ളേണ്ട കൂടാരത്തിൽ അശുദ്ധാത്മാവ് കുടികൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആലയമാകേണ്ട ആ മനുഷ്യ ശരീരം സാത്താന്റെ കലവറയായി മാറിയിരിക്കുന്നു. ഈശോയുടെ സാന്നിധ്യത്തെ അവരുടെ ഉള്ളിലെ പിശാച് പോലും ഉറക്കെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ പുത്ര, നീ എന്തോ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. പിശാച് പോലും ഈശോയെ വിളിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. വിശുദ്ധ കുർബാന ഇടപെടുന്ന സാന്നിധ്യമാണ്. പ്രത്യേകിച്ചാരും വിളിക്കുകയൊന്നും വേണ്ട. കുർബാനയിൽ ഈശോയ്ക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം നമ്മളോട് സ്നേഹമാണ്. നീ ഒന്ന് ഈ ഇടപെടുന്ന ദൈവത്തെ ആഘോഷിക്കുക. അതാണ് ആത്മീയത പോലും. ഈ ഇടപെടുന്ന ദൈവത്തെ ആഘോഷിക്കുക. ഈ വിശുദ്ധ സാന്നിധ്യത്തിന്റെ അനുരണനമാവുക. ഈ വിശുദ്ധ കുർബാനയുടെ തുടർച്ചയാവുക. ഈശോ ആ രണ്ട് വ്യക്തികളെ ദൈവികതയിലേക്ക് പരിവർത്തനപ്പെടുത്തുവാൻ നിൽക്കുമ്പോൾ പിശാച് പറയുന്ന ഒരു വാക്കുണ്ട്: ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നികളിലേക്ക് ഞങ്ങളെ അയക്കുക. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അല്പമകലെ ഒരു പന്നിക്കൂട്ടം നീയുന്നുണ്ടായിരുന്നു. വാക്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് അടയാളപ്പെടുത്തട്ടെ. അല്പമകലെ പന്നിക്കൂട്ടം നീയുന്നുണ്ടായിരുന്നു. പിശാചുകൾ ആ പന്നികളിൽ ആവാസിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അറിയാം. അവ കിഴുക്കാൻ തോക്കായ പ്രദേശത്തുകൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്. മേഞ്ഞു നിന്നത് പാഞ്ഞു പോകുന്നു. ശ്രദ്ധിക്കുക. അശുദ്ധാത്മാവ് പ്രവേശിച്ചാൽ സംഭവിക്കുന്ന അപകടം മേയുന്നത് പായുന്നു. മേയുക എന്ന് പറയുമ്പോൾ അതൊരു മെല്ലെയുള്ള യാത്രയാണ്. ഓരോ ഇടത്തെയും ആഴപ്പെടുത്തിയുള്ള യാത്രയാണ്. ആത്മീയത ഒരു മേയുന്ന അനുഭവമാണ്, മെല്ലെ പോകുന്ന അനുഭവം. ദൗർഭാഗ്യവശാൽ നമ്മുടെ കാലം ഒരു വേഗതയ്ക്ക് ഓശാന പാടുകയാണ്. ഇന്നെല്ലാ ഇടങ്ങളിലും വേഗതയാണ്. മനുഷ്യന്റെ ആയുസ് പോലും അതുകൊണ്ട് വേഗത കൂടിയപ്പോൾ കുറഞ്ഞു പോവുകയാണ്. മേയുന്ന പന്നിക്കൂട്ടം പായുന്ന പന്നിക്കൂട്ടമായെങ്കിൽ അതിന്റെ പുറകിൽ അശുദ്ധാത്മാവാണ്. ആത്മീയത നമ്മളെ റെഗുലേഷന് തയ്യാറാക്കുകയാണ്. ഇത്രയും വേഗത വേണ്ട എന്ന ആത്മീയത നമ്മളോട് പറയുകയാണ്. ഓരോ ഇടവും ആഴപ്പെടുത്തി പോകാനുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കണ്ണുകളിൽ നോക്കിയിട്ട് കാലമേറെയായില്ലേ? നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ആ പുഞ്ചിരി കണ്ടിട്ട് കാലം കുറച്ചായില്ലേ? മിണ്ടി പറഞ്ഞു ഒരത്താഴം കൊണ്ടിട്ട് പോലും നാളെത്രയായി? ചെവിപ്പിടാതെ മണ്ണിനെ ഒന്ന് കാലുകൊണ്ട് തൊട്ടിട്ട് പോലും ഒത്തിരി കാലമായില്ലേ? ആകാശത്തെ ദൈവമൊരുക്കിയ ആ നക്ഷത്രക്കൂട്ടിന്റെ വിസ്മയ കാഴ്ച കണ്ടിട്ടും എത്ര കാലമായി? ഇത്രയും തിരക്ക് ആവശ്യപ്പെടുന്നുണ്ടോ ഈ യാത്ര? ഈ 3-4 ദിവസങ്ങൾ നിങ്ങളിവിടെ മെല്ലെയായിരുന്നു. നിങ്ങളിവിടെ ദൈവത്തെ കേൾക്കുകയായിരുന്നു, ദൈവത്തിന്റെ കൂടെ ആവുകയായിരുന്നു. ഉറപ്പായിട്ടും നിങ്ങളിലെ ആ അശുദ്ധിയുടെ വേഗത വിട്ടുപോകുന്നു.
വിശുദ്ധിയുടെ സൗന്ദര്യവും ജ്ഞാനവും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ പ്രവേശിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആത്മീയത അതാണ്. ഒരു മെല്ലെ പോകാനുള്ള തീഷ്ണത, ഒരു ധ്യാനിച്ചു പോകുവാനുള്ള തീവ്രത. നമുക്കതല്ലേ വേണ്ടത്? യാത്ര ഒരുപാട് ചെയ്തതൊക്കെ ഒടുവിൽ പറയണതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്രയൊന്നും തിരക്ക് വേണ്ടായിരുന്നു. യുദ്ധമുഖത്ത് നിന്നും തിരികെ എത്തുന്ന പട്ടാളക്കാരന്റെ വാക്കുപോലും അങ്ങനെയായിരുന്നു. തുറന്നിട്ടൊരു ജാലകം, വായിക്കാനൊരു പുസ്തകം, പിന്നെ ചേർത്ത് വയ്ക്കാനൊരു കൂട്ടുകാരൻ, പിന്നെ ദൈവത്തോട് വെട്ടാൻ. ജീവിതത്തിൽ ഇത്രയുമേ കാര്യങ്ങൾ ആവശ്യമുള്ളൂ. എന്നിട്ടും നമ്മുടെ നാട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ന് അറ്റൻഡൻസ് നടക്കുന്ന ഒരുപാട് പരിപാടികൾ, ആഘോഷം നടക്കുന്ന ഒരു പരിപാടിയില്ല. അറ്റൻഡൻസ് ഇന്ന് ഒത്തിരി ഇടങ്ങളിൽ നടക്കുന്നത് കൊണ്ട് ആഘോഷമില്ല. 3 പരിപാടികൾ മിനിമം ഒരു ദിവസം വരുന്ന ഒരു മലയാളിക്ക് എങ്ങനെയാണ് അതിൽ ആഘോഷിക്കാൻ പറ്റുക? തിരക്കിലാണവൻ. നമുക്കൊന്ന് മാറി നിൽക്കാം. അതുകൊണ്ട് ഈശോ വളരെ കൃത്യമായിട്ട് പറയുന്ന ചില സൂചനകളുണ്ട്. വന്ന് കാണുക. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം. വന്ന് കാണുക, എന്നെ ഒന്ന് കാണുക, എന്നെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നോട് കൂടെ വസിക്കും. വീണ്ടും അവൻ നമ്മളെ ക്ഷണിക്കുന്നു. മത്തായി സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, വന്ന് പഠിക്കും. നിങ്ങൾ എന്നെ ഒന്ന് പഠിക്കും, എന്റെ ഹൃദയത്തെ ഒന്ന് പഠിക്കും, എന്റെ വചനത്തെ ഒന്ന് പഠിക്കും. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം, വന്ന് വിശ്രമിക്കും. ക്രിസ്തു അവരെ ക്ഷണിക്കുകയാണ്, വന്ന് വിശ്രമിക്കും. ഒരുപാട് തിരക്കുകൾ ഈ യാത്രയ്ക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ദൈവമായ കർത്താവ് സാബത്ത് എന്ന് പറയുന്നത് പോലും നൽകിയത് ഒന്ന് വെറുതെ ഇരിക്കാനാണ്. ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ, വിലയിരുത്തിയ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ, വീണ്ടെടുത്ത ജീവിതത്തെ വിപുലീകരിക്കുവാൻ, വിലമതിക്കുവാൻ, വിഭാവനം ചെയ്യുവാൻ നിനക്കൊരു വിശ്രമം ആവശ്യമാണ്. ഈശ്വരനെ ക്ഷണിക്കുകയാണ്, വന്ന് വിശ്രമിക്കും. തീരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, വന്ന് ഭക്ഷിക്കും. വിശ്രമിച്ചാൽ മാത്രം പോരാ, നീ എന്നോടുകൂടെ ഭക്ഷിക്കണം. ഞാനൊരു വിരുന്നാണ്. നിന്റെ ജീവിതത്തെ നിത്യതയിലേക്ക്, നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന വിരുന്നാണ്. ഒന്ന് ഭക്ഷിക്കും. തീരുന്നില്ല. മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം, വന്ന് അവകാശപ്പെടുത്ത്. അവമാനമല്ല, നിന്റെ അവകാശമാണ് സ്വർഗം. നീതിമാന്മാരെ, നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഈ സ്വർഗരാജ്യം വന്ന് അവകാശപ്പെടുത്തും. കർത്താവിന്റെ ഈ 5 ക്ഷണങ്ങൾ ദിവ്യകാരുണ്യ മരിയ ഭവനിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കപ്പെടുകയാണ്. നമുക്കിതിൽ നിന്നും ഇനി ഒരിക്കലും മാറാതിരിക്കാനുള്ള കൃപ കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൈകളുള്ള വിശുദ്ധ കുർബാനയുടെ ഈ തിരുനടയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാനോട് പറയാം, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ എന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ എന്ന്, ഞങ്ങളുടെ ബന്ധങ്ങളെ നവീകരിക്കുവാനായിട്ട് നീ എത്തണമേ എന്ന്. Wow.
എല്ലാ തിന്മകളുടെ ശക്തിയെയും ഞങ്ങളിൽ നിന്നും വിമോചിപ്പിച്ച് ഞങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ഈശോയെ വരണമേ. നീ ഞങ്ങളിൽ വന്നു നിറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രഭാഷണത്തിലൂടെ ഞങ്ങൾ അനുസ്മരിപ്പിക്കപ്പെട്ടു. കർത്താവേ, ഞങ്ങൾക്ക് വേണം നിന്റെ ആ ശക്തിയെ. ഞങ്ങൾ ആ ശക്തിയെ വന്നെന്ന് കാണട്ടെ. ആ ശക്തിയിൽ ഞങ്ങളൊന്ന് വന്ന് വിശ്രമിക്കട്ടെ. ആ ശക്തിയെ ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ആ ശക്തിക്കൊപ്പം ഞങ്ങളൊന്ന് ഭക്ഷണത്തിലിരിക്കട്ടെ. ആ വിശുദ്ധ ശക്തിയെ ഞങ്ങൾ അവകാശപ്പെടുകട്ടെ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന ആ വചനത്തിന്റെ ആഴമുള്ള ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതെന്ന്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ സന്ദർശിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഗായക സംഘത്തോടൊപ്പം പാടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും നീ വരണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിലേക്കും ഉത്തരവാദിത്വങ്ങളിലേക്കും നീ വരണമേ. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്കും അവസ്ഥകളിലേക്കും നീ വരണമേ. ഞങ്ങളെ ഒറ്റപ്പെടുത്തരുത്. ഞങ്ങളെ മെല്ലെ പോകുന്നവരാക്കണമേ. ഞങ്ങളിൽ നിന്നും ലോകത്തിന്റെ വേഗക്കൂട്ടുകൾ ഞങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ. ഞങ്ങളുടെ വേഗത്തിന് ഒന്ന് പൂട്ടിടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ ചൊല്ലിക്കട്ടെ. നമുക്ക് ഒന്ന് ചേർന്ന് തമ്പുരാന്റെ ഈ സന്ദർശനത്തെ ഒരാഘോഷമാക്കാം. തമ്പുരാന്റെ ഈ സന്ദർശനത്തെ ആഘോഷമാക്കാം. കർത്താവ് കടന്നു പോകുന്ന ഈ വിശുദ്ധ വഴിയുടെ ഇരുവശങ്ങളിലേക്കും നമ്മളെ മുഴുവനായിട്ടും ഒന്ന് ചേർത്ത് നിർത്തി കരകൾ തുറന്നും കണ്ണു നനഞ്ഞും മനസ്സ് നിറച്ചുമൊക്കെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.